എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫൈൽ വെരിഫൈ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുന്നതിനുമായിട്ട് അവസരം. അപ്പോൾ ഈ ഒരു അവസരത്തിനുള്ള ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സർക്കുലർ, അതായത് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ അപേക്ഷയുടെ പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും അപാകതകൾ പരിഹരിക്കുന്നതിനുമുള്ള അവസാന തീയതി ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് 2025-26 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള ഈ ഒരു കീം 2025 പ്രവേശനത്തിന് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയിലെ പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും അതുപോലെ തന്നെ അപാകതകൾ പരിഹരിക്കുന്നതിനുമുള്ള അവസാന തീയതി 20/5/2025 വൈകുന്നേരം 3 മണിവരെയായിട്ട് ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ 6/5/2025 തീയതിയിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനം കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ ഒപ്പ്, അതുപോലെ തന്നെ ഫോട്ടോ, അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലുള്ള മറ്റ് വിവരങ്ങൾ, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ, അത് പ്രൊഫൈലിലെ ഒരു മെമ്മോ ഡീറ്റെയിൽസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് എറേഴ്സ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് സംബന്ധിച്ചുള്ള എന്താണ് അതിന് പരിഹാരമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ അപേക്ഷയിൽ എന്താണ് ഈ ഒരു മെമ്മോ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുകയും എന്താണ് അത് പരിഹരിക്കാനായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റുകളൊക്കെ പോകുന്നതാണ്. മെമ്മോ ഡീറ്റെയിൽസിൽ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സ്, അതായത് ഈ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ BArch കോഴ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഇതുവരെ യോഗ്യതാ പരീക്ഷയായിട്ടുള്ള നാറ്റ 2025 പാസ്സായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ജൂൺ 28 വരെ ഓരോ ആഴ്ചയിലും, അതായത് വെള്ളിയാഴ്ച ഒരു പരീക്ഷയുണ്ട്, അതുപോലെ ശനിയാഴ്ച രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായിട്ട് 2 സെഷനുകളിലായിട്ടും വെള്ളിയാഴ്ച ഒരു സെഷനിലുമായിട്ടും പരീക്ഷ നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ സെഷൻ്റെ രജിസ്ട്രേഷൻ ഓരോ തിങ്കളാഴ്ചയും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ശനിയാഴ്ചത്തെ സെഷൻ്റെ രജിസ്ട്രേഷൻ ചൊവ്വാഴ്ചയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ സെഷൻ്റെ ഹോൾ ടിക്കറ്റ് ബുധനാഴ്ചയും ശനിയാഴ്ചത്തെ സെഷൻ്റെ ആ ഹോൾ ടിക്കറ്റ് വ്യാഴാഴ്ചയുമാണ് കിട്ടുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഈ ഒരു പരീക്ഷ നടക്കുന്നതുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് 3 പ്രാവശ്യം ഈ ഒരു പരീക്ഷ എഴുതാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് ഈ ഒരു നാറ്റ പരീക്ഷ ക്വാളിഫൈ ആവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആർക്കിടെക്ചർ കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ നാറ്റ പരീക്ഷ ക്വാളിഫൈ ആവേണ്ടതാണ്. അപ്പോൾ ഇനിയും നാറ്റ പരീക്ഷ ക്വാളിഫൈ ആവാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു naata.in എന്നുള്ള വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.